ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് കടുത്ത ഭാഷയിൽ മറുപടി നൽകി ഡെൻമാർക്ക്. ഗ്രീൻലാൻഡിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചാൽ US സൈന്യത്തിന് നേരെ ആദ്യം വെടിവെക്കും. ചോദ്യവും പറച്ചിലും രണ്ടാമത്തെ കാര്യമാണെന്നും പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഗ്രീൻലാൻഡ് സ്വന്തമാക്കുന്നത് US-ന്റെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നാണ് ട്രംപിന്റെ നിലപാട്. ആർട്ടിക് മേഖലയിൽ ചൈനയുടെയും റഷ്യയുടെയും സ്വാധീനം കുറയ്ക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് US നിയന്ത്രണത്തിലാകണമെന്നാണ് ട്രംപ് വാദിക്കുന്നത്. ഇതിനായി സൈനിക ശക്തി ഉപയോഗിക്കുന്നത് പരിഗണനയിലാണെന്ന് വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചിരുന്നു. ഗ്രീൻലാൻഡ് വിൽപ്പനയ്ക്കുള്ളതല്ലെന്ന് ഡെൻമാർക്ക് ആവർത്തിച്ചു. അധിനിവേശമുണ്ടായാൽ മുകളിൽ നിന്നുള്ള ഉത്തരവിനായി കാത്തുനിൽക്കാതെ ശത്രുക്കളെ ആക്രമിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന സൈന്യത്തിന്റെ 1952 നിയമം ഇപ്പോഴും നിലവിലുണ്ടെന്ന് ഡാനിഷ് സർക്കാർ വ്യക്തമാക്കി. അടുത്തയാഴ്ച US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഡാനിഷ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കുകയാണ്. ആർട്ടിക് മേഖലയിലെ ഈ തർക്കം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, മീഡിയ 1.